നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി ആകെ 40 ദിവസങ്ങളേ ഉള്ളൂ. ഇറാൻ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ വലിയ ചർച്ചകൾ പല രൂപത്തിൽ വന്നുകൊണ്ടിരുന്നതാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഇവിടെ വേൾഡ് കപ്പ് കളിക്കാൻ വരാം, പക്ഷെ ഞാൻ അവരെ അഡ്വൈസ് ചെയ്തത് വരാതിരിക്കുന്നതാണ് നല്ലതാണ്, അതാണ് അവരുടെ ജീവന് സേഫ് എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു. ഇറാനാവട്ടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിക്കാം, പക്ഷെ അത് തങ്ങളുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ USA നിന്നും മാറ്റി മെക്സിക്കോയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ഫൈനൽ തീരുമാനം ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിഫ കോൺഗ്രസിന് ശേഷം വാൻകൂവറിൽ, അതായത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ആ ഒരു ഫിഫ കോൺഗ്രസിന് ശേഷം അദ്ദേഹം പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓഫ് കോഴ്സ് ഇറാൻ വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് അറ്റ് ദി ഫിഫ വേൾഡ് കപ്പ് 2026. ഇറാൻ വേൾഡ് കപ്പ് കളിക്കും. തീർച്ചയായിട്ടും ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ തന്നെ കളിക്കും. ഇതിൻ്റെ ഒരു റീസൺ വളരെ സിമ്പിളാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് ടു യുണൈറ്റ്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വി ഹാവ് ടു ബ്രിങ് പീപ്പിൾ ടുഗെദർ. അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുകൂടി ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ഈ ഒരു ഫിഫ കോൺഗ്രസ്സിന് ഇറാനിയൻ ഡെലിഗേറ്റ്സ് എത്തിയില്ല, അവർ ആബ്സെൻ്റ് ആയിരുന്നു. അതിനൊരു കാരണം, ഇറാനിയൻ ഡെലിഗേഷനിൽ ഒരാൾക്ക് കാനഡ ഒരു എൻട്രി നിഷേധിക്കുകയായിരുന്നു. പക്ഷേ കനേഡിയൻ ഫോറിൻ അഫെയർസ് മിനിസ്റ്റർ അനീറ്റ ആനന്ദ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പറഞ്ഞത് ആ ഒരു ഡിനയൽ അൺഇൻറ്റൻഷനലായിരുന്നു, മനഃപൂർവ്വം ചെയ്തതല്ല എന്നാണ്. ഇതിൽ ESPN പറയുന്നത് 2 ഡെലിഗേറ്റ്സിന് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാനുള്ള അനുവാദമുണ്ടായിരുന്നു. ഒരു ഡെലിഗേറ്റിനാണ് കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രി നിഷേധിച്ചത്. ഏതായാലും അതോടുകൂടി ബാക്കിയുള്ളവരും പങ്കെടുക്കുന്നില്ല തീരുമാനിക്കുകയായിരുന്നു. ഫിഫ എന്തായാലും ഇറാനോട് അവിടെ പ്രസൻ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. ഒടുവിൽ അവർ ആബ്സെൻ്റ് ആവുക തന്നെ ചെയ്തു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഇറാൻ കളിക്കുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫിഫയുടെ പ്രസിഡന്റ് ഇറാൻ എന്തായാലും വേൾഡ് കപ്പ് കളിക്കും എന്ന് പറയുന്നത്. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇതേ ചോദ്യം ആവർത്തിക്കുകയുണ്ടായി, ഇറാൻ ഇവിടെ വന്ന് കളിക്കുമോ എന്നുള്ളത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇൻഫാന്റിനൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ വേൾഡ് കപ്പ് കളിക്കും, എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം ഫിഫയുടെ പ്രസിഡന്റ് നടത്തുന്നു, ഇറാൻ വേൾഡ് കപ്പ് കളിക്കും. അപ്പോൾ ഇനി ഇറാനെ മാറ്റി ഇറ്റലിയെ കളിപ്പിക്കുമോ എന്നൊക്കെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എൻവോയ്, ഒരു ഇറ്റാലിയൻ വംശനായിട്ടുള്ള ആൾ ആവശ്യപ്പെട്ടിരുന്നു ഫിഫയോടും അമേരിക്കൻ പ്രസിഡൻറ്റിനോടൊക്കെ. പക്ഷേ അമേരിക്കൻ പ്രസിഡൻ്റാണോ വേൾഡ് കപ്പ് നടത്തുന്ന ഫിഫയാണോ എന്ന സംശയം അപ്പോൾ പലരും ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ഇതാ ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നു ഇറാൻ വേൾഡ് കപ്പ് കളിക്കുമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.